ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടർന്ന് ഫയർഫോഴ്സ്. പുഴയ്ക്ക് കുറുകെ കയർകെട്ടി അക്കരെ കടന്നാണ് രക്ഷാദൗത്യം. ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിച്ചും തെരച്ചിൽ തുടരുന്നു. വയനാട്ടിൽ നിന്നുള്ള സ്കൂബ ടീമും കൂളിമാട് എത്തിയിട്ടുണ്ട്. സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഇപ്പോൾ ഈ ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അതിദ്രുതം നടക്കുന്നത്. ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത്? വേണു, നിലവിൽ പുഴ നടന്നുകൊണ്ടും നീന്തിക്കൊണ്ടും മുറിച്ചു കടന്ന് അക്കരെ എത്തി നിലവിൽ ഫയർഫോഴ്സും പോലീസും രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ നേവിയുടെ ഹെലികോപ്റ്റർ, ഒപ്പം തന്നെ പോലീസിൻ്റെ ഹെലികോപ്റ്റർ, 2 ഹെലികോപ്റ്ററുകളിലായി തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ്, വനംവകുപ്പ് എന്നിവർ ചേർന്ന് ഈ പുഴ കുറുകെ കടന്നുകൊണ്ട് നിലവിൽ വനത്തിൽ ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങി ഇവിടെ നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ നിലവിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിൽ മൃതദേഹമാണോ, അല്ലെങ്കിൽ എല്ലാം തന്നെ മണ്ണിൻ്റെ നിറം എല്ലാത്തിനും ആയതിനാൽ മൃതദേഹമാണോ, അല്ലെങ്കിൽ മരങ്ങളാണോ ഈ കാണുന്നതെന്ന് വ്യക്തമാവാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് കാര്യമായ ഒരു ഉപയോഗപ്രദമായില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഒരു ഡോഗും നിലവിൽ പരിസരത്ത് ചാലിയാർ പുഴയോരത്ത് തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നിലവിൽ 8ഓളം മൃതദേഹങ്ങളാണ് ഇന്ന് ചാലിയാർ പുഴയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിൽ മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളും ഒപ്പം തന്നെ മൃതദേഹങ്ങളും ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ 150 എന്നുള്ള കണക്കിലേക്ക് നിലവിൽ എത്തുന്നത്. അതായത് കഴിഞ്ഞ അപകടം നടന്ന ദിവസം മുതൽ ഇന്ന് വരെ നിലമ്പൂർ ഒപ്പം തന്നെ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്നായി 180 മൃതദേഹങ്ങളാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുന്നേ നിലവിൽ മന്ത്രി പി പ്രസാദ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ ഭാഗത്ത് എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ അഴുകിയതായി ലഭിക്കുന്ന ശരീരഭാഗങ്ങളെല്ലാം തന്നെ മലപ്പുറത്ത് തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മന്ത്രി വ്യക്തമാക്കിയത്. അതായത് ഈ പോസ്റ്റ്മോർട്ടം ഒപ്പം തന്നെ DNA പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം ഈ നിലമ്പൂർ ഈ മലപ്പുറത്ത് എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട സംസ്കാരം നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള മൃതദേഹങ്ങൾ മാത്രമായിരിക്കും ഇനി വയനാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ എല്ലാ തീരങ്ങളിലും നടക്കുന്ന തിരച്ചിൽ ഇവിടെ നിന്ന് ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ചാലിയാർ പുഴയിൽ നിന്നും 15 കിലോമീറ്ററോളം ഉൾഭാഗത്ത്, അതായത് ചൂരൽമല ഭാഗത്ത് വരെ നിലവിൽ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസും ഒപ്പം തന്നെ മന്ത്രിയും വ്യക്തമാക്കിയത് എന്നുള്ളതാണ്. മന്ത്രി പറയുന്നത് ഈ അവസാനത്തെ മൃതശരീരവും കണ്ടെത്തി അത് കരയ്ക്ക് എത്തിക്കുന്നത് വരെ നിലവിൽ തിരച്ചിൽ നടത്തുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ ആരോഗ്യവകുപ്പും മന്ത്രിയും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു മൃതദേഹം കൂടി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വിവരവും നമുക്ക് നിലവിൽ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 180 നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളുടെ എണ്ണത്തിൽ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഫയർഫോഴ്സ് എല്ലാം തന്നെ ഈ പുഴയ്ക്ക് കുറുകെ ഒരു വടം കെട്ടി ആ വടത്തിൽ പിടിച്ചുകൊണ്ട് പുഴ നടന്നും നീന്തിയുമൊക്കെ തന്നെ വളരെ ദുഷ്കരമായ ഒഴുക്കിനിടയിലും വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് നിലവിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയുടെ പോത്തുകല്ലിന് പുറമെ നിലവിൽ എടവണ്ണ, വാഴക്കാട് ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും തീരങ്ങളിലും നിലവിൽ വലിയ തരത്തിലുള്ള തിരച്ചിൽ നടക്കുന്നു എന്നുള്ള നിലവിൽ ഫയർഫോഴ്സും പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ തിരച്ചിൽ തുടരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ഒരു മഴയുണ്ട് എങ്കിൽ പോലും വലിയ കാര്യമായി തിരച്ചിലിനെ ബാധിക്കുന്നില്ല. കാരണം പുഴയിലല്ല തിരച്ചിൽ നടക്കുന്നത്, പുഴയുടെ തീരങ്ങളിലും പുഴക്കരികിലുള്ള വനപ്രദേശങ്ങളിലുമാണ്. വേണോ സമീർ, ഈ വനത്തിനകത്ത് സൈന്യം ഹെലികോപ്റ്ററിലെത്തി പരിശോധന നടത്തിയെന്ന് പറയുകയുണ്ടായല്ലോ, അത് എത്രമാത്രം കാര്യമായി പുരോഗമിക്കുന്നുണ്ട്? ആ ഭാഗത്തു നിന്നുള്ള തിരച്ചിലിൽ നിന്ന് എന്തെങ്കിലും ഈ മൃതദേഹം അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടം അതൊക്കെ കാണാനുള്ള സാധ്യത എത്രത്തോളം? നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വനത്തിൽ നിന്നും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചിരുന്നെങ്കിലും ഇന്ന് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസും സൈന്യവും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ ആദ്യം എത്തിയത് സേനയുടെ ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്റർ ഈ പുഴയ്ക്ക് മുകളിലൂടെ പറന്ന് ഈ വനത്തിൽ ഇറങ്ങിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തകരെ ഇറക്കി ആ ഹെലികോപ്റ്റർ വീണ്ടും തിരിച്ചു നിരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തി വരികയാണ്. അതിന് പിന്നാലെ പോലീസിൻ്റെ ഒരു ഹെലികോപ്റ്റർ കൂടി രക്ഷാപ്രവർത്തകരുമായി വനത്തിലേക്ക് പോകുന്നു. അങ്ങനെ അവരെയും വനത്തിൽ ഇറക്കി അവിടെ ഇറങ്ങിയ സേനയിൽ അംഗങ്ങളെല്ലാം തന്നെ വനത്തിൽ തിരച്ചിൽ നടത്തുന്നു. ഒപ്പം തന്നെ ഹെലികോപ്റ്റർ വഴിയുള്ള നിരീക്ഷണവും നിലവിൽ ഈ വനത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതുവരെ വനത്തിനകത്ത് നിന്ന് ഒരു മൃതദേഹമോ ശരീരഭാഗങ്ങളോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചാലിയാർ പുഴയുടെ പോത്തുകൽ ഇരുട്ടുകുത്തി മേഖലയിലാണ്. വലിയ ഇതിലുള്ള ഒഴുക്ക് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഇത്ര ഒഴുക്ക് പുഴയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുഴയുടെ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുന്നേ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് 1/2 കിലോമീറ്റർ മാത്രം അപ്പുറത്ത് ഒരു ശരീരഭാഗം കൂടി
കൂടി കണ്ടെത്തി ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ 180 മൃതദേഹങ്ങളാണ് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. അത് ചാലിയാർ പുഴയുടെ നമ്മൾ നിൽക്കുന്ന പൊത്തുക്കൽ, ഒപ്പം തന്നെ പനങ്കയം, മമ്പാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ മൃതശരീരമാണ് എന്നുള്ളതാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള തിരച്ചിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് പോലീസും ഒപ്പം തന്നെ മന്ത്രിയും അല്പസമയം മുന്നേ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നും സമാനമായ രീതിയിൽ രാത്രി വരെ തിരച്ചിൽ തുടരുമെന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തകരെ ഇടയ്ക്കിടെ ഈ വനത്തിൽ കൊണ്ടുപോയി ഇറക്കി ഹെലികോപ്റ്റർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം തന്നെ പുഴയ്ക്ക് കുറുകെ വടം കെട്ടിയും രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് എത്തിച്ച് സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും തണ്ടർബോൾട്ടും സേനയും എല്ലാം ചേർന്ന് വിപുലമായ തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എടവണ്ണ, വാഴക്കാട്, ഒടായിക്കൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ശക്തമായ തിരച്ചിലും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇരുട്ടുകുത്തി പോത്തുകല്ല് ഭാഗത്ത് നിന്നുള്ള വിവരങ്ങളാണ് സമീർ ബിൻ കരീം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധന നടക്കുകയാണ്. ഇതിനോടകം 5 മൃതദേഹങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ളത്, മൃതദേഹാവശിഷ്ടം അടക്കം. അങ്ങനെ 180ഓളം മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ ചാലിയാറിൽ നിന്ന് മാത്രമായി ഈ ദുരന്തത്തിന് ശേഷം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇവിടെ കാര്യക്ഷമമായി പുരോഗമിക്കുന്നത്. ചാലിയാറിൻ്റെ കോഴിക്കോട് തീരത്തും തിരച്ചിൽ നടത്തുന്നുണ്ട്. സമീർ സി മുഹമ്മദ് അതിൻ്റെ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ കോഴിക്കോട് ഭാഗത്തു നിന്നും മൃതദേഹങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. എന്താണ് അവിടുത്തെ പരിശോധനയുടെ പുരോഗതി? വേണു, കോഴിക്കോട് ഭാഗത്തും വലിയ രീതിയിലുള്ള പരിശോധന തന്നെയാണ് തുടരുന്നത്. ചാലിയാറിൻ്റെ ഇരുകരകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന. പോലീസുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, കൂടാതെ TDRF ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ഈ വിവിധ ഇടങ്ങളിൽ ഈ എൻ്റെ മുക്കം ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. പോലീസിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ സ്കൂബ ടീമിൻ്റെ ഏറ്റവും നല്ല വൈദഗ്ധ്യമുള്ള ഒരു സംഘം കൂടി വയനാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. സ്കൂബ ടീമിൻ്റെ 6 അംഗങ്ങൾ കൂടി കോഴിക്കോട് കൂളിമാട് എത്തിയിരിക്കുകയാണ്. ആ സംഘങ്ങൾ കൂടി ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നായിക്കൊണ്ട് ഒരു മൃതദേഹം, 10 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ മൃതദേഹം ലഭിച്ചിരുന്നു. കൂടാതെ ഇന്നലെ സന്ധ്യയോട് കൂടിയാണ് ഒരു യുവാവിൻ്റേതെന്ന് സംശയിക്കുന്ന കാല് കണ്ടെത്തിയത്. അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോലീസും അതുപോലെ തന്നെ മറ്റ് ഫോഴ്സ് സംഘങ്ങളും അതുപോലെ സന്നദ്ധ സംഘടനകളും നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ രീതിയിൽ തന്നെയാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഇതിൻ്റെ അടിത്തട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള പരിശോധനയിലേക്ക് സംഘം ഇപ്പോൾ കടന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും വിധത്തിൽ ഇതിൻ്റെ ഏതെങ്കിലും സാധ്യതകൾ ഉണ്ട് എങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് മാത്രം സ്കൂബ ടീമിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയാൽ മതി എന്നുള്ളതാണ്, അത്തരത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സ്കൂബ ടീം ഡൈവിംഗ് നടത്തുന്നില്ല, അതിന് മുകൾ തട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ പുഴയുടെ ഇരുഭാഗങ്ങളും ചാലിയാറിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള പുൽത്തകടുകൾ, അതുപോലെ തന്നെ ഈ മുളങ്കാടുകൾ, അതുപോലെ കുറ്റിച്ചെടികൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വെള്ളം കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ അടിയൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മുകൾ ഭാഗത്ത്, അതായത് ഈ കാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് ഏറ്റവും അനുകൂലമാണ് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഇന്ന് രാവിലെ 8 മണി മുതൽ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സന്ധ്യ വരെ തിരയാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് കോഴിക്കോട് റൂറൽ SP ഡോക്ടർ അർവിദ് സുകുമാറും ഇവിടെ എത്തി ഇതിൻ്റെ പരിശോധനകളും അതുപോലെ തന്നെ ഇതിൻ്റെ തിരച്ചിലിൻ്റെയും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. നിലവിൽ ഇവിടുത്തെ വലിയ ഒരു ഉദ്യോഗസ്ഥ സംഘം വയനാടാണ് ഉള്ളത്. എന്നിരുന്നാൽ കൂടി ഇവിടെ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ TDRF, NDRFൻ്റെ ഉൾപ്പെടെയുള്ള സംഘടനകൾ, NDRFൻ്റെ ഉൾപ്പെടെയുള്ള സൈന്യ വിഭാഗത്തിൻ്റെ സഹായം, ഇവരെല്ലാവരുടെ സഹായത്തോടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികൾ അവരുടെ തോണികളുമായി കൊണ്ടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാവുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മതിയായ ഫോഴ്സ് ഇപ്പോൾ ഉണ്ട്. ഒരു വിധത്തിലും ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഉദ്യോഗസ്ഥരുടെ അഭാവം അല്ലെങ്കിൽ എണ്ണക്കുറവ് കാരണമുള്ള ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള കാര്യം കൂടി റൂറൽ SP വ്യക്തമാക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ് തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. എൻ്റെ മുക്കം എന്നുള്ള സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത്. ചാലിയാറിൻ്റെ ഇരുഭാഗത്തുമുള്ള
പോലീസിനും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്കും പെട്ടെന്ന് ചെന്നെത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് കൂടി ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഡ്രോണിൻ്റെ നിയന്ത്രിക്കാൻ കഴിയും. നല്ല HD ക്വാളിറ്റിയിൽ തന്നെയാണ് അതിൻ്റെ ഔട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗത്ത് അവിടെയെങ്കിലും മൃതദേഹങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ ഉണ്ട് എങ്കിൽ അക്കാര്യം വ്യക്തമായി തന്നെ കാണാൻ കഴിയും. അതുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന തുടരാനും കഴിയും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. രാവിലെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും ഇതുവരെയും ഒരു തരത്തിലുമുള്ള ശരീരഭാഗങ്ങളോ ശരീരങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഇപ്പോഴും തുടരുകയാണ്. കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ തെരച്ചിൽ ഏറെ നേരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി റൂറൽ SP പങ്കുവെക്കുന്നുമുണ്ട്. വേണു, സമീർ, ഈ ആ ഭാഗത്ത് നിന്ന് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ അങ്ങനെ കാര്യമായി കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോഴും അതൊരു പ്രധാനപ്പെട്ട പരിശോധന നടത്തേണ്ട മേഖലയായി തന്നെ സൈന്യവും പോലീസും ഒക്കെ കരുതുന്നത് എന്തുകൊണ്ടാണ്? കൂടാതെ ഈ പോലീസ് സ്റ്റേഷൻ അതിർത്തി തിരിച്ചുകൊണ്ട് സ്ഥലം നിർണ്ണയിച്ചുള്ള പരിശോധനയിലേക്ക് പല സംഘങ്ങളായി തിരിയുക, അങ്ങനെയൊക്കെയാണല്ലോ ഇന്ന് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ക്രമീകരിച്ചത്. ആ ഘട്ടത്തിൽ ഈ മുങ്ങൽ വിദഗ്ധർ, അതിൽ ആ പ്രാഗൽഭ്യമുള്ള ആളുകൾ ആ കാര്യങ്ങൾ അറിയിക്കുക, അധികൃതരെ ബന്ധപ്പെടുക, ഇതിൻ്റെ ഭാഗമാവുക എന്നൊക്കെ ഈ പോലീസ് നേതൃത്വം തന്നെ അഭ്യർത്ഥിക്കുകയുണ്ടായല്ലോ. ഇപ്പോൾ നേരത്തെ സമീർ പറയുന്നുണ്ടായിരുന്നു ഈ സ്കൂബ ടീം വന്നിട്ടുണ്ടെങ്കിലും ഡൈവിങ്ങിലേക്കൊന്നും പോകുന്നില്ല എന്നപ്പോൾ ഈ കാര്യത്തിൽ വിദഗ്ധരായിരിക്കുന്ന മുങ്ങൽ നന്നായി വശമുള്ള ആളുകളൊക്കെ വരണം എന്ന രൂപത്തിലേക്ക് ഉള്ള അഭ്യർത്ഥനകളടക്കം പോലീസ് നടത്തിയത് ഏത് സാഹചര്യത്തിലാണ്? വേളയിൽ മുങ്ങൽ വിദഗ്ധരുടെ കുറവ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയും നിലനിന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് വയനാട്ടിൽ നിന്നുള്ള സംഘം ഇവിടേക്ക് എത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചാലിയാർ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്നതാണ്. എവിടെയെങ്കിലും ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശബ്ദത്തിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും കോഴിക്കോട് തീരവും കേന്ദ്രീകരിച്ച് ചാലിയാറിന്റെ ആ ഇരുകരകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെയും വളരെ സജീവമായി തന്നെ നടക്കുകയാണ്.